കേരള ചുമർചിത്രങ്ങൾ കലയുടെ വൈവിധ്യം തീർക്കുന്നത് നിശബ്ദതയിലാണ്. കേരളത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ഈ കലാരൂപം കാലത്തെ അതിജീവിച്ച് നിറങ്ങളിലൂടെ രചിച്ച ഒരു ആത്മീയ പാരമ്പര്യമാണ്. നിറങ്ങളിൽ, രൂപങ്ങളിൽ, നിശബ്ദതയിൽ, സംസ്കാരങ്ങളിലും തലമുറകളിലും ആവിഷ്കാരത്തിനും പ്രതിഷേധത്തിനും ഓർമ്മയ്ക്കും സൗന്ദര്യത്തിനും ശക്തമായ സാന്നിധ്യമായി ചുവർചിത്ര രചന നിലകൊള്ളുന്നു. ചിത്രകല എന്ന് പറയുന്നതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് നമ്മളെ AD 7-ാം നൂറ്റാണ്ടിൽ നിന്നാണ് പറയുക. 8 നൂറ്റാണ്ടുകളിലാണ് നമ്മുടെ ചുമർചിത്രകലയുടെ ആരംഭം. തിരുനന്ദിക്കര എന്ന് പറയുന്ന പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു, ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള തിരുനന്ദിക്കര എന്ന ഗുഹാക്ഷേത്രത്തിലെ ചിത്രങ്ങളാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ രൂപം എന്ന് പറയുന്നത്. അതിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അജന്തയിൽ നിന്ന് അറിയാം, നമ്മുടെ ഇന്ത്യയിലെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ അജന്ത ഗുഹാചിത്രങ്ങൾ, അവിടെ വരച്ച ആർട്ടിസ്റ്റുകൾ, സഞ്ചാരികളായ ചിത്രകാരന്മാർ വരച്ച ചിത്രമാണ് ഈ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിൽ നിന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ചുമർ ചിത്രങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഒരുപാട് നമ്മുടെ കേരളത്തിലെ ക്രിസ്തീയ ദേവാലയങ്ങളിലും ഹിന്ദു ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ കൊട്ടാരങ്ങളിലുമെല്ലാം പാരമ്പര്യ ശൈലിയിൽ ചുമർ ചിത്രങ്ങളുണ്ട്. പിന്നെ മട്ടാഞ്ചേരി പാലസ് ഉണ്ട്, കൃഷ്ണപുരം കൊട്ടാരം, കാഞ്ഞൂർ അകപ്പറമ്പ്, അതുപോലെ പഴഞ്ഞി പോലുള്ള ക്രിസ്തീയ, അങ്കമാലി പോലുള്ള ക്രിസ്തീയ ദേവാലയങ്ങളിലും ചുമർ ചിത്രങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചുമർ ചിത്രങ്ങളുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. ചുമർ ചിത്രകല എന്ന് പറയുന്നതിൻ്റെ പ്രധാന സാധനം, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ബ്രഷാണ് അതിൻ്റെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കളറുകൾ ഉപയോഗിക്കുന്ന ചിരട്ടയിലാണ്, കളറുകളെല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ചിരട്ടയിലാണ്. ഈ ചിരട്ടയാണ് കലാകാരൻ്റെ മാധ്യമത്തിന് ഉപയോഗിക്കുന്ന പാത്രം എന്ന് പറയുന്നത്. മഞ്ഞ, ചുവപ്പ്, പച്ച, പിന്നെ കറുപ്പ്, വെളുപ്പ്. ഈ വെള്ള എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രതലായിരിക്കും. ഈ നമ്മൾ ഏതാണ് ചുമര് അതാണ് വൈറ്റ് ആയിട്ട് എടുക്കുക, വൈറ്റ് കളർ യൂസ് ചെയ്യും. പിന്നെ മഞ്ഞ എന്ന് പറയുന്നത് പ്രകൃതി പറഞ്ഞാൽ കല്ല്, മഞ്ഞക്കല്ലുണ്ടാവും, അത് നോക്കി തിരഞ്ഞ് അതൊന്ന് മഞ്ഞ ഉണ്ടാക്കും. ഈ രീതി തന്നെയാണ് മഞ്ഞയ്ക്കും ചുവപ്പിനും നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ച നിറത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന നീലമരിയുടെ എല്ലാം ഇടിച്ച് പിഴിയുക, എന്നിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കും. ആ രീതിയിൽ നമ്മളതിൽ എരുവിക്കറ എന്ന് പറയുന്നത് സാധാരണ കേരളത്തിലത് കുറവാണ്. അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നൊരു മരത്തിൻ്റെ കറയാണ് ഈ എരുവിക്കറ എന്ന് പറയുന്നത്. സാധാരണ നീലമരിക്ക് കിട്ടുന്ന നിറം നീലയാണ്, പക്ഷേ എരുവിക്കറയുടെ നിറം മഞ്ഞയാണ്. അപ്പോൾ നീലയും മഞ്ഞയും കൂടി ചേരുമ്പോൾ പച്ചനിറം കിട്ടും. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പച്ചനിറം ഉണ്ടാക്കുന്നത്. പിന്നെ എണ്ണക്കരിയാണ് നമ്മൾ കറുപ്പ് നിറത്തിന് ഉപയോഗിക്കുന്നത്. നല്ലൊരു മറ്റേ നമ്മൾ എണ്ണ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ എള്ളാട്ടി എണ്ണ, അതിലൊരു നമ്മൾ നിലവിളക്ക് പോത്തയിൽ കത്തിച്ച് അതിന് മുകളിലൊരു മൺകുടം കമഴ്ത്തി വെച്ച് നമുക്ക് ആ കിട്ടുന്ന കരിയാണ് നമ്മൾ കറുപ്പ് നിറമായിട്ട് ഉപയോഗിക്കുക. വെള്ള പ്രതലം എന്ന് പറയുന്നത് കുമ്മായത്തിൻ്റെ പ്രതലമാണ്. ഈ കുമ്മായത്തിന് ഒരു ചുമര് തന്നെ പ്രത്യേകം തയ്യാറാക്കണം. അത് കുമ്മായവും മണലും 1:2 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ റഫ് പ്ലാസ്റ്റിങ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ സെയിം മിശ്രിതത്തിൽ തന്നെ പഞ്ഞി കൂട്ടി അരച്ചിട്ട് രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കും. ആ കഴിഞ്ഞ് മൂന്നാമത്തെ കോട്ടിങ്ങിൽ നമ്മൾ ഇളനീരിൻ്റെ വെള്ളത്തിൽ കുമ്മായം മിക്സ് ചെയ്തിട്ട് കോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 28 കോട്ടെങ്കിലും നമ്മൾ വളരെ നൈസായിട്ട് അടിച്ചടിച്ച് കോട്ട് കയറുമ്പോഴാണ് നമുക്കൊരു പപ്പടത്തിൻ്റെ കനം വരും ചുമരിനെന്നാണ് പറയുക. എന്നിട്ട് പിന്നെ അതിലാണ് നമ്മൾ ശരിക്ക് കളറുകൾ വരച്ച് തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ ബ്രഷ് എന്ന് പറയുന്നത് ഈ ആമ്പുലിൻ്റെ ബ്രഷാണ്, എയറോഗ്രാസ് എന്ന് പറയും. അത് നമ്മൾ ഈ തോടിൻ്റെയും പാടത്തിൻ്റെയൊക്കെ വരമ്പിൽ കാണുന്ന ഒരു പുല്ലിനെ ശേഖരിച്ച് അത് പാലിൽ പുഴുങ്ങും, പശുവും പാലിൽ പുഴുങ്ങണം. അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് മുളയുടെ തണ്ടിൽ വെച്ച് കെട്ടിയ ബ്രഷാണ് ഉപയോഗിക്കുക. നമുക്ക് കുറേ കളേഴ്സ് യൂസ് ചെയ്യാം വേറെ പെയിൻറ്റിങ്. ഇതെന്ന് പറഞ്ഞാൽ ഈ 5 നിറം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 നിറം വെച്ചിട്ട് പല കളറും നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കണം. ഇത് കുമ്മായം നമ്മൾ കളറുകൾ അബ്സോർബ് ചെയ്യും, ഇത് സയൻസാണ്. അതുപോലെ തന്നെയാണ് ഈ പഞ്ഞി ചേർക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിള്ളാതിരിക്കാനാണ്. ഈ അരയ്ക്കുന്ന മിശ്രിതത്തിൽ പഞ്ഞി ചേർക്കുമ്പോൾ ചുമര് വിള്ളില്ല, അപ്പോൾ അതിന് കൂടിയിട്ടാണ് ഈ പഞ്ഞി ചേർക്കുന്നത്. അപ്പോൾ കുമ്മായം നമുക്ക് എപ്പോഴും കൂളായിരിക്കും, ആ ചുമര് എപ്പോഴും ഭയങ്കര കൂളായിരിക്കും. അപ്പോൾ ആ കുമ്മായം നമ്മൾ വയ്ക്കുന്ന പ്രകൃതിദത്തമായ നിറങ്ങൾ ഉള്ളിലേക്ക് വലിക്കാനുള്ള അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുമ്മായത്തിനുണ്ട്. അതിൻ്റെ സയൻസാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ചുമർ ചിത്രങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം മഞ്ഞ, ചുവപ്പ്, പച്ച, കറുപ്പ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം വരച്ച് വരുന്നത്. ആ സ്റ്റേജ് തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത് എല്ലാവരും. ആദ്യം മഞ്ഞ വരച്ചിട്ടേ നമുക്ക് സ്കെച്ച് വരച്ചിട്ടേ ആദ്യം മഞ്ഞ ചെയ്യുള്ളൂ, പിന്നെ നമ്മൾ റെഡ് ചെയ്യുള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ച ചെയ്യുള്ളൂ.
അവസാനം നമ്മൾ കണ്ണിൽ നേത്രോന്മീലം എന്ന് പറയും, കണ്ണിൽ കറുപ്പ് എഴുതുക എന്ന് പറയും. അത് കഴിഞ്ഞ ചിത്രത്തിന് ജീവൻ വന്നു. ഒരു ദേവതാരൂപം അല്ലെങ്കിൽ ദൈവരൂപം നമ്മളെല്ലാം വരച്ച് കഴിഞ്ഞാൽ അവസാനമാണ് ആ ചിത്രകാരൻ കണ്ണ് എഴുതുക എന്ന് പറയും. കണ്ണ് വെച്ചാൽ റെഡ് എഴുതി വെച്ചിട്ടുണ്ടാവും കണ്ണിൽ, പക്ഷേ അതിൽ കറുപ്പ് നിറം അവർ കൊടുത്തിട്ടുണ്ടാവില്ല. എല്ലാ ചിത്രവും വരച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ സ്വയം അവനുള്ളിൽ കറുപ്പ് നിറം കൊടുക്കുകയാണ്. അല്ല, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിത്രം വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിനെ സങ്കല്പിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ടാണ് ആ കറുപ്പ് കണ്ണിൽ കറുപ്പ് വെപ്പിക്കുക. അത് അതാണ് ചുമർ ചിത്രങ്ങളിൽ നേത്രോന്മീലനം, കണ്ണിന് കറുപ്പ് നിറം നൽകുക എന്ന് പറയുന്ന ചടങ്ങാണ് നേത്രോന്മീലനം. അതൊന്നും ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ചുവർ ചിത്രവും ഒരു ഇതിഹാസത്തെ വിവരിക്കുന്നു. രാമായണം മുതൽ ശ്രീകൃഷ്ണ ചരിതം വരെ ഓരോ കഥയും മതിലിൽ ജീവിക്കുന്നു. ഓരോ ചിത്രവും ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ആധികാരിക രേഖയാണ്. ക്ഷേത്രങ്ങളിലെല്ലാം ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളെ മിക്സ് ചെയ്തുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണെന്ന് ചോദിച്ചാൽ അവിടെ ശിവൻ വരയ്ക്കാൻ പാടില്ല എന്നില്ല, അവിടെ ശിവനെയും വരയ്ക്കും. ശിവൻ്റെ ക്ഷേത്രത്തിൽ വിഷ്ണുവിനെയും വരയ്ക്കും. അത് പണ്ട് തൊട്ടേ വിഷയങ്ങളെടുക്കുന്നതിലെല്ലാം അവർ ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളെല്ലാ ശ്രീകോവിലുകളും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലെടുത്തു. അപ്പോൾ അത് കാരണം നമുക്ക് ഇന്ന പോലെ വിഷയമൊന്നുമില്ല. അതിൽ ശിവൻ വരും, വൈഷ്ണവം വരും, അതുപോലെ തന്നെ ദേവീദേവന്മാർ വരും, എല്ലാവരും മാറി മാറി വരുന്ന വിഷയങ്ങൾ തന്നെയാണ്. അവിടെ ഗണപതി ഉൾപ്പെടെ എല്ലാം വരുന്നത്. അവിടെ ഇന്ന പോലെ എന്നുള്ള സങ്കല്പമില്ല. പിന്നെ ഓരോ ഇതിനനുസരിച്ച് രജോ സാത്വിക തമോ ഗുണം ബേസിലാണ് ചിത്രം സാധാരണ നമ്മൾ വരയ്ക്കുന്നത്. രജോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ കലർന്ന ചുവപ്പ് കലർന്ന നിറങ്ങളിലൊരു ദേവതാരൂപങ്ങൾ, അതുപോലെ തന്നെ തമോ ഗുണം എന്ന് പറഞ്ഞാൽ വെള്ളയിൽ ഷെയ്ഡ് വയ്ക്കുന്നുള്ള തമോ ഗുണങ്ങൾ, അതുപോലെ തന്നെ സാത്വിക ഗുണം എന്ന് പറയുമ്പോൾ ശ്രീരാമനും അതുപോലെ തന്നെ കൃഷ്ണനെയും പോലെയുള്ള രീതികളിൽ വരയ്ക്കുന്ന സാത്വിക ഗുണമൂർത്തികൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളെ നമ്മൾ വരയ്ക്കുന്നതും രീതി ചെയ്യുന്നത്. കാണിപ്പയ്യൻ്റെ ധ്യാന ശ്ലോകങ്ങളെ ബേസ് ചെയ്തിട്ട് ചുമർ ചിത്രങ്ങളിൽ ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ മഹാവിഷ്ണു ആണെങ്കിൽ അതിൽ പറയുന്നുണ്ടാവും ബാസുൽ ബാസുൽ സഹസ്രപ്രഭമരിതര കൗമോദകി പങ്കജാനീത, അങ്ങനെ വരുന്ന ധ്യാന ശ്ലോകങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സരസ്വതി ആണെങ്കിൽ ഹസ്തേനൈകേന പത്മം സിദ്ധമഭി പുസ്തകം ജാവരാണ്, അങ്ങനെ ഓരോ അതുപോലെ നടരാജനാണെങ്കിൽ മാൻ മാല മണി വീണ വട്ടക ബാലം, അങ്ങനെ തുടങ്ങുന്ന ശ്ലോകങ്ങളൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്യുമ്പോൾ ആ ശ്ലോകം കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ വിവരണം ഉണ്ടായി. ഈ ചിത്രത്തിന് ഇന്ന പോലെ കയ്യിൽ ഇന്ന കൈകളിലൊക്കെ ആയുധങ്ങളായിരിക്കും, ഇന്ന നിറമായിരിക്കും, അതിൽ പ്രത്യേക വിവരണം. അപ്പോൾ അതിനനുസരിച്ച് അവർ ചിത്രം വരയ്ക്കും. മഹാഭാരതം, ഭഗവത്ഗീത സബ്ജക്റ്റ് ഹിന്ദു പുരാണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം വരുന്നത്. അത് പ്രത്യേകിച്ച് ദേവീദേവന്മാരുടെ രൂപങ്ങളാണ് എല്ലാ സ്ഥലത്തും വരുന്നത്, എല്ലാവർക്കും അതിൽ വരും. അതല്ലാത്തൊരു വിഷയം ചില ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. തൃച്ചക്രപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ മൊത്തം ദേവതാരൂപങ്ങളാണ്. പക്ഷെ അതിലൊരു ചെറിയ സ്പേസിൽ ഒരു പ്രായമുള്ള അമ്മൂമ്മയും അച്ചാച്ചനും കൂടി തീ കായുന്ന, വീഡിയോ വലിച്ച് തീ കായുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അത് ആ കലാകാരൻ്റെ ഒരു മാനസികമായ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കും തോന്നുന്നു. അങ്ങനെ വരുന്ന ചില സന്ദർഭങ്ങൾ ചിലവർ ഉപയോഗിച്ച് കാണാം. ഇപ്പോൾ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ വീണപ്പൂവ് എന്ന് പറഞ്ഞ കഥ മൊത്തം ചിത്രം ചെയ്തിട്ടുണ്ട്. കുമാരനാശാൻ്റെ കൃതികളെ ആസ്പദമാക്കിയിട്ടാണ് അവിടെ മൊത്തം ചുമല് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഗുരുവായൂർ കാണാം, ഗുരുവായൂർ കേശവൻ്റെ കഥകൾ മൊത്തം അതിൻ്റെ മതിലിൽ നമ്മൾ ചിത്രം വരച്ചിട്ടുണ്ട്. മൊത്തം കഥകൾ പത്മനാഭൻ്റെ ശില്പം നിൽക്കണ മുൻവശത്തിരിക്കുന്ന മതിലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരിൻ്റെ ഐതിഹ്യം മൊത്തം നമ്മൾ പൂന്താനം ഓഡിറ്റോറിയത്തിൻ്റെ മതിലിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് കഥയും നമുക്ക് ചുമർ ചിത്ര ശൈലിയിൽ വരയ്ക്കാൻ പറ്റുന്നതിന് തെളിവാണ് കേരളത്തിലെ ആർട്ട് ഓഫ് കേരള. അത് മൊത്തം നമുക്ക് ചുമർ ചിത്ര ശൈലിയിൽ വരയ്ക്കാൻ പറ്റും. ഈ 1989 ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പടകേന്ദ്രം ആരംഭിക്കുന്നത്. അന്ന് ഈ ചുമർ ചിത്രകല എന്താണെന്ന് പോലും ആർക്കും അറിയാത്തൊരു സമയമായിരുന്നു. ഇത് ശ്രീ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാശാൻ അദ്ദേഹം 89 ഇതിൻ്റെ പ്രിൻസിപ്പളായി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ചുമർ ചിത്രകല ലോകം അറിയാനുള്ള ഇട വന്നത്. ഗുരുവായൂർ ശൈലി എന്ന് പറയുന്നൊരു ശൈലി ചുമർ ചിത്രകലാ രംഗത്തുണ്ട്. പുലാക്കാട്ട് രാമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ഏകദേശം ഒരു 200 വർഷം, 150-200 താഴെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയെടുത്തൊരു ശൈലിയാണ്. അദ്ദേഹം ഇരവിവർമ്മയുടെ എണ്ണഛായാചിത്രം ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഗുരുവായൂർ ചിത്രങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു ശൈലിയാണ് പുലാക്കാട്ട് രാമൻ നായർ ഗുരുവായൂർ ശൈലി. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൂപങ്ങളോട് സാമ്യം, ഇപ്പോൾ രാജാരൂപയുടെ കാലഘട്ടത്തൊക്കെ വരുന്ന രീതിയാണ് മനുഷ്യനായിട്ട് ദേവീദേവന്മാരെ കാണുന്നത്. അത് അദ്ദേഹത്തിനൊക്കെ ഇൻസ്പിറേഷനായി തോന്നുന്നു. നമ്മുടെ കൈകാലുകളുടെ വെപ്പും രൂപങ്ങളൊക്കെ ഏകദേശം ഒരു മനുഷ്യനോട് സാമ്യമാകുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ഒരു ശൈലി ഗുരുവായൂർ കൊണ്ടുവന്നത് ഈ പുലാക്കാട്ട് രാമൻ നായർ ഗുരുവായൂരുകാരനാണ്, അങ്ങനെ കൊണ്ടുവന്നാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് കരിമാമ്പ്രമത്ത് അച്യുത നായർ എന്ന് പറയുന്നൊരു ശിഷ്യൻ. അദ്ദേഹം ഗുരുവായൂർ ചിത്രം വരച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞങ്ങളുടെയൊക്കെ ഗുരുവായൂർ ശ്രീ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ. ഇവരൊക്കെ ഗുരുവായൂർ ശൈലി അറിയപ്പെടുന്ന ചിത്രകാരന്മാരായിരുന്നു. അവരുടെ ഗുരുവായൂർ ശൈലി ചിത്രകാരന്മാരായിരുന്ന വ്യക്തികളാണ് സമശീർഷന്മാരാണ് മമ്മിയൂരാശാൻ്റെ ഒപ്പം കെ വാര്യർ, അതുപോലെ തന്നെ മറ്റേ എം കെ ശ്രീനിവാസൻ മാഷ്.
ഇവരൊക്കെ ഗുരുവായൂർ ശൈലിയിൽ ചിത്രം വരച്ചിരുന്നവരാണ്. അപ്പോൾ അവർ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ പുതുക്കുന്ന സമയത്തൊക്കെ ഇവർ തന്നെയാണ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ തെക്ക് സൈഡ് KK വാര്യരും പടിഞ്ഞാറ് ഭാഗം മമ്മിയൂരാശാനും അതുപോലെ തന്നെ പട്ടാമ്പി കൃഷ്ണവാര്യർ എന്ന് പറഞ്ഞ ഒരു ആശാനുണ്ട്. അദ്ദേഹം ഇതുപോലെ കരുവാപ്പുറം തച്ചോനാരുടെ ശിഷ്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തത്. വടക്ക് ഭാഗത്തുള്ള ചിത്രങ്ങൾ ശ്രീ MK ശ്രീനിവാസൻ മാഷ്, ഇതിൻ്റെ മുമ്പത്തെ പ്രിൻസിപ്പളായിരുന്ന MK ശ്രീനിവാസൻ മാഷും കൂടി ചേർന്നിട്ടാണ്. അതിനൊക്കെ ഒരു ഗുരുവായൂരിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്ന സംഭവം അന്ന് തൊട്ടേ ഗുരുവായൂരിനുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ എല്ലാ തീമും എടുത്തിട്ടുണ്ട്. ശിവൻ്റെ ഉണ്ട്, ശ്രീരാമൻ്റെ ഉണ്ട്, ദേവികളുടെ ഉണ്ട്, അല്ലെങ്കിൽ പാർവതിയുടെ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു രീതിയിലാണ് വരച്ചത്. അത് 5 മാലകളുള്ള ഒരു ക്ഷേത്രമായിട്ട് ഗുരുവായൂർ വരച്ചിട്ടുള്ളൂ. 5 മാലകളുണ്ട്. അപ്പോൾ നമുക്ക് പറയുന്നുണ്ടാവും ആദ്യം ഭൂതമാല, മൃഗമാല, പക്ഷിമാല, വനമാല, ചിത്രമാല, അങ്ങനെ 5 മാലകളും ആണ് ചിത്രകലയിൽ ഉള്ള 5 മാലകൾ, പഞ്ചമാലകൾ. 5 മാലകളും വരച്ചിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം. നമുക്ക് ചിത്രങ്ങൾ റീടച്ച് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തെ ചിത്രങ്ങൾ തന്നെ ഇപ്പോൾ ഏകദേശം നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു 2-3 മാസം മുമ്പേ ചിത്രങ്ങൾ റീടച്ച് ചെയ്തു. ഞാനിപ്പോൾ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ എൻ്റെ മമ്മിയൂരാശാൻ ആദ്യം വരച്ചൊരു ക്ഷേത്രമാണത്. അദ്ദേഹം വരച്ചതിന് ശേഷം അത് KK വാര്യർ റീടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 2024 ഞാനത് റീവർക്ക് ചെയ്തു. അതിലൊക്കെ നമ്മൾ പോയ ചിത്രങ്ങൾ റീടച്ച് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ചിത്രങ്ങളെ കേടുപാട് വരുത്താതെ റീവർക്ക് ചെയ്യുന്ന ശൈലി ഇന്നും നിൽക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾക്ക് ഒരിക്കലും കേടുപാട് സംഭവിക്കാതെ തന്നെ അതേ ചിത്രങ്ങൾ പോയ ഭാഗത്ത് കളർ വയ്ക്കുന്ന രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. നാച്ചുറൽ കളർ വരിക എന്ന് പറഞ്ഞാൽ മഴ കൊള്ളാതിരിക്കണം എന്ന് സാധാരണ പറയും. ആ മഴയുടെ വെള്ളം നന്നായി അവിടെ ഫംഗസ് വന്ന് ചിത്രം കേടുവരാൻ സാധ്യതയില്ല. അതില്ലാത്ത രീതിയിൽ വന്ന ചിത്രങ്ങൾ ഒരുപാട് കാലം നിന്ന ചരിത്രം നമുക്കുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പുണ്ട്, കേരള പുരാവസ്തു വകുപ്പുണ്ട്. ഇവരൊക്കെ ഇതിനുവേണ്ടി സംരക്ഷിക്കുന്ന രീതിയിലുള്ള അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ അവരുടെ അണ്ടറിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുണ്ട്, കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുണ്ട്. അവരവരുടേതായ രീതിയിൽ ചിത്രങ്ങൾ സംരക്ഷിച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വെറും മതിലുകളിൽ വരച്ച ചിത്രങ്ങളല്ല, ഇവ ഒരു സംസ്കാരത്തിൻ്റെ ആത്മാവാണ്. ഓരോ വരയും ഒരു മന്ത്രം പോലെ, ഓരോ നിറവും ഒരു വിശ്വാസത്തിൻ്റെ ആഴം പോലെ, ഓരോ രൂപവും ഒരു നിശബ്ദ കഥയുടെ പ്രതിനിധിയായി നമുക്ക് മുന്നിൽ നിലകൊള്ളുന്നു.